സന്തോഷം എന്തൊരാനന്ദം എന്റെ പ്രിയൻ കൂടെ വാഴുമ്പോൾ. എന്തു സന്തോഷം എന്തൊരാനന്ദം എന്റെ പ്രിയൻ കൂടെ വാഴുമ്പോൾ. എന്റെ ദുഃഖങ്ങൾ അന്നു മാറിടും, എന്റെ കഷ്ടങ്ങൾ അന്നു തീർന്നിടും. എന്റെ ദുഃഖങ്ങൾ അന്നു മാറിടും, എന്റെ കഷ്ടങ്ങൾ അന്നു തീർന്നിടും. എന്തു സന്തോഷം എന്തൊരാനന്ദം എന്റെ പ്രിയൻ കൂടെ വാഴുമ്പോൾ. വേഗം വരുന്ന നമ്മളുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ തനിനാമത്തിൽ എല്ലാവർക്കും സ്നേഹവന്ദനം. ദൈവത്തെ ആരാധിപ്പാനായി വിളിക്കപ്പെട്ടവരാണ് ദൈവജനം. മനുഷ്യൻ ദൈവത്തെ ആരാധിക്കണമെന്നും സൃഷ്ടി ആരാധന ആസ്വദിക്കണമെന്നും ദൈവം ആഗ്രഹിക്കുന്നു. സഭ ഒരു ആരാധനാ സമൂഹമാണ്. യേശു പറഞ്ഞു, ദൈവം ആത്മാവാകുന്നു, അവനെ നമസ്കരിക്കുന്നവർ ആത്മാവിലും സത്യത്തിലും നമസ്കരിക്കണം. യോഹന്നാൻ 4:24. ആത്മാവാകുന്ന ദൈവത്തെ ആത്മാവിലും സത്യത്തിലും ആരാധിക്കണം എന്നാണ് യേശു പഠിപ്പിച്ചത്. കർമാനുഷ്ഠാനങ്ങളെക്കാൾ ഉപരിയായി ദൈവവുമായി അടുത്ത ബന്ധം സ്ഥാപിക്കുന്ന അനുഭവമാണ് ആരാധന. ദൈവം ആരാധനയിൽ വെളിപ്പെടുന്നവനാണ്. ആരാധനാമധ്യേ നടന്ന ഒരു അത്ഭുത സംഭവത്തെക്കുറിച്ച് വിശദമാക്കുന്ന സുവിശേഷ ഭാഗമാണ് മർക്കോസ് 3:1-6 വരെയുള്ള വാക്യങ്ങൾ. ദേവാലയ ആരാധനയിൽ വരണ്ട കൈയുള്ള ഒരു മനുഷ്യന് ലഭിച്ച സൗഖ്യമാണ് ഈ ഭാഗത്ത് വിവരിച്ചിരിക്കുന്നത്. ഒരു ശബ്ദ ദിവസം അവിടെ ആരാധനയിൽ പങ്കെടുക്കുന്ന വരണ്ട കൈയുള്ള മനുഷ്യൻ ശബ്ദനാളായതുകൊണ്ട് യേശു അവനെ സൗഖ്യമാക്കുമോ എന്ന് ശ്രദ്ധയോടെ വീക്ഷിക്കുന്ന ഒരു സമൂഹവും അവിടെയുണ്ട്. ആരാധനയ്ക്ക് വന്നു കൂടിയിരിക്കുന്നവരുടെ ഹൃദയകാഠിന്യം യേശു മനസ്സിലാക്കി. വാർഷിപ്പ് ആക്കുന്ന അനേകർ അന്നത്തെ പോലെ ഇന്നും വിശ്വാസ സമൂഹത്തിൽ ഉണ്ട്. ഇന്ന് പലരും ആരാധനയിൽ വരുന്നത് ശത്രുക്കളെ തകർക്കുവാനുള്ള പദ്ധതികൾ രൂപപ്പെടുത്തിക്കൊണ്ടാണ്. എങ്ങനെ പുരോഹിതനെ വാക്കിൽ കൊടുക്കാം, ജനത്തെ ഭിന്നിപ്പിച്ച് എങ്ങനെ എൻ്റെ സ്ഥാനം സുരക്ഷിതമാക്കാം എന്ന് ചിന്തിക്കുന്ന പ്രമാണികൾ, ആരാധനാ സമൂഹത്തെ എങ്ങനെ ഭിന്നിപ്പിച്ച് ലാഭം കൊയ്യാം എന്ന് ചിന്തിക്കുന്ന പുരോഹിതന്മാർ. യേശു ഇതെല്ലാം കാണുന്നുണ്ട് എന്ന് വിശ്വാസി ചിന്തിക്കുന്നേ ഇല്ല. അവിടെ ഹൃദയകാഠിന്യം മനസ്സിലാക്കിയ യേശു വരണ്ട കൈയുള്ള മനുഷ്യനെ സൗഖ്യമാക്കി. ആരാധനാമധ്യേ നടന്ന ഈ സൗഖ്യം പരീശന്മാരെ കോപാകുലരാക്കി. യേശുവിനെ നശിപ്പിക്കുന്നതിന് ഹെരോദ്യരുമായി അവർ കൂട്ടുകെട്ടുണ്ടാക്കി. മർക്കോസ് 3:6. എന്നാൽ വരണ്ട കൈയുള്ള ഈ മനുഷ്യന് തനിക്ക് ലഭിച്ച സൗഖ്യത്തിൽ കൂടി താൻ വിശ്വസിക്കുന്ന ദൈവം യാഥാർത്ഥ്യമായി തീർന്നു. അതായത് ആരാധനാമധ്യേ ദൈവം അവന് വെളിപ്പെട്ടു. അതവൻ്റെ ജീവിതത്തിൽ മാത്രമല്ല, ആ സമൂഹത്തിന് മുഴുവൻ അനുഭവമായി. അതുകൊണ്ടാണല്ലോ യഹൂദയിൽ നിന്നും യെരുശലേമിൽ നിന്നും ഏദോമിൽ നിന്നും യോർദാനക്കരയിൽ നിന്നും സോരിൻ്റെയും സീദോൻ്റെയും ചുറ്റുപാടിൽ നിന്നും അനേകർ യേശുവിനെ അനുഗമിച്ചത്. മർക്കോസ് 3:7-8 വാക്യങ്ങൾ. ആരാധനയിൽ കൂടി ദൈവം നമ്മളുടെയും അനുഭവമായി തീരണം. വാസ്തവമായി അവൻ നമുക്ക് ആരാധനയിൽ യാഥാർത്ഥ്യമായി തീരുന്നുണ്ടോ? ആരാധനയ്ക്കായി ദേവാലയത്തിൽ ചെല്ലുന്ന യെശയ്യാവിന് ലഭിക്കുന്ന ദർശനമാണ് യെശയ്യാവ് 6-ാം അധ്യായം. ഉയർന്നും പൊങ്ങിയും ഇരിക്കുന്ന സിംഹാസനത്തിൽ കർത്താവ് ഇരിക്കുന്നു. ഇതുവരെയും യെശയ്യാവ് കണ്ടിരുന്നത് ഉസിയ രാജാവിൻ്റെ മഹത്വമായിരുന്നു. ഇപ്പോൾ ഉസിയാവ് മരിച്ചിരിക്കുന്നു. ഉസിയാവിൻ്റെ സിംഹാസനം ശൂന്യമായിരിക്കുന്നു. തുടർന്ന് താൻ കാണുന്നത് ഉസിയാവിൻ്റെ സിംഹാസനത്തെക്കാൾ ഉയർന്ന സിംഹാസനത്തിലിരിക്കുന്ന ദൈവത്തെയാണ്. ഇന്ന് നമ്മിലുള്ളത് യെശയ്യാവിൻ്റെ ആദ്യ അവസ്ഥയാണ്. ജഡിക ചിന്തകളും താല്പര്യങ്ങളും നമ്മെ കർത്താവിൽ നിന്ന് അകറ്റി നിർത്തിയിരിക്കുകയാണ്. നമ്മുടെ ശ്രേഷ്ഠത, പദവി, ധനം, മഹത്വം ഇവയെല്ലാം നമ്മിൽ നിന്ന് ദൈവദർശനം ഇല്ലാതാക്കിയിരിക്കുന്നു. ആ തടസ്സങ്ങൾ മാറ്റാതെ ദൈവമഹത്വം ദർശിപ്പാൻ നമുക്ക് കഴിയില്ല. സിംഹാസനത്തിൽ ഇരിക്കുന്ന അതിവിശുദ്ധനായ ദൈവത്തിൻ്റെ മഹത്വം യെശയ്യാവ് ദർശിച്ചു. തനിക്ക് ലഭിച്ച സൗഖ്യത്തിൽ കൂടി ദൈവത്തിൻ്റെ മഹത്വം വരണ്ട കൈയുള്ള മനുഷ്യൻ അനുഭവമാക്കി. ഈ വെളിപ്പെടൽ ആണ് നമുക്കും വേണ്ടത്.
അതിന് കഴിയണമെങ്കിൽ ദൈവത്തിൻ്റെ വിശുദ്ധിയെ ദർശിച്ച് നമ്മളുടെ അശുദ്ധിയെ മനസ്സിലാക്കിക്കൊണ്ട് ഞാൻ ശുദ്ധിയില്ലാത്ത മനുഷ്യൻ എന്ന ഒരു നിലവിളി നമ്മിൽ നിന്ന് ഉയരണം. ദൈവത്തിന് വേണ്ടി താൻ പണിത ആലയത്തിൽ യാഗങ്ങൾ അർപ്പിച്ചതിന് ശേഷം ശലോമോൻ ദൈവസന്നിധിയിൽ അർപ്പിച്ചൊരു പ്രാർത്ഥനയാണ് രാജാക്കന്മാരുടെ 1-ാം പുസ്തകം 8-ാം അധ്യായം. ഈ പ്രാർത്ഥനയുടെ മറുപടി 1 രാജാക്കന്മാർ 9:3 കാണാം. നിന്റെ പ്രാർത്ഥന ഞാൻ കേട്ടു, ഈ ആലയത്തെ ഞാൻ ശുദ്ധീകരിച്ചിരിക്കുന്നു, എൻ്റെ കണ്ണും ഹൃദയം എല്ലായ്പ്പോഴും ആലയത്തിൽ ഇരിക്കുമെന്നാണ് ദൈവം പറയുന്നത്. അതെ, മനുഷ്യനിർമ്മിതമായ ആലയത്തെ ദൈവം ശുദ്ധീകരിച്ച് ആലയത്തിൽ അവൻ വസിക്കുന്നു. നമ്മുടെ ആരാധനയിൽ കർത്താവിൻ്റെ സാന്നിധ്യമുണ്ട്. 2-3 പേർ എൻ്റെ നാമത്തിൽ കൂടി വരുന്നവരുടെ മധ്യത്തിൽ ഞാൻ ഉണ്ട് എന്ന കർത്താവ് പറഞ്ഞിരിക്കുന്നത്. വെളിപ്പാട് 14-ാം അധ്യായത്തിൽ സിയോൻ മലയിൽ കുഞ്ഞാടും താൻ രക്തം നൽകി വീണ്ടെടുത്തവരും ചേർന്നുള്ള ആരാധനയെക്കുറിച്ചാണ് വായിക്കുന്നത്. ദൈവത്തെ ആരാധിക്കുന്ന ദൈവജനം, അവരോടൊപ്പം കർത്താവും. വെളിപ്പാട് 22-ൽ ദൈവത്തിൻ്റെയും കുഞ്ഞാടിൻ്റെയും സിംഹാസനത്തിൽ മുൻപിൽ ഇരുന്ന് അവൻ്റെ മുഖം കണ്ടുകൊണ്ട് ആരാധിക്കുന്ന ദൈവജനത്തെക്കുറിച്ചാണ് പറയുന്നത്. ഇന്ന് നാം ആരാധിക്കുമ്പോൾ ദൈവസാന്നിധ്യം നമ്മോടൊപ്പമുണ്ട്. വരണ്ട കൈയുള്ള മനുഷ്യൻ ദൈവമഹത്വം ദർശിച്ചു. ഈ ലോകത്തിലെ എല്ലാ ആശ്രയങ്ങളും ഇല്ലാതാകാം, സമാധാനവും സ്വസ്ഥതയും നഷ്ടമാകാം. എന്നാൽ ഉയർന്നും പൊങ്ങിയുമുള്ള സിംഹാസനത്തിൽ കർത്താവുണ്ട്. അവൻ്റെ മഹത്വം കണ്ട് നമുക്ക് അവനെ ആരാധിക്കാം. കർത്താവേ, വരണ്ട കൈയുള്ള മനുഷ്യൻ അനുഭവമാക്കിയ ദൈവമഹത്വം ഇന്ന് ആരാധനയിൽ കൂടി അനുഭവമാക്കുവാൻ എന്നെയും സഹായിക്കണമേ. ആമേൻ. രാത്രിയൊന്നും അവിടെയില്ല, കുഞ്ഞാടതിൽ വിളക്കായിടും. രാത്രിയൊന്നും അവിടെയില്ല, കുഞ്ഞാടതിൽ വിളക്കായിടും. പ്രകാശിക്കും കർത്തനന്റെ മേൽ രാജാക്കന്മാരായി മാറിടും. പ്രകാശിക്കും കർത്തനന്റെ മേൽ രാജാക്കന്മാരായി മാറിടും. എന്തു സന്തോഷം, എന്തൊരാനന്ദം, എന്റെ പ്രിയൻ കൂടെ വാഴുമ്പോൾ. എന്തു സന്തോഷം, എന്തൊരാനന്ദം, എന്റെ പ്രിയൻ കൂടെ വാഴുമ്പോൾ. എന്റെ ദുഃഖങ്ങൾ അന്നു മാറിടും, എന്റെ കഷ്ടങ്ങൾ അന്നു തീർന്നിടും. എന്റെ ദുഃഖങ്ങൾ അന്നു മാറിടും, എന്റെ കഷ്ടങ്ങൾ അന്നു തീർന്നിടും. എന്തു സന്തോഷം, എന്തൊരാനന്ദം, എന്റെ പ്രിയൻ കൂടെ വാഴുമ്പോൾ. എന്തു സന്തോഷം, എന്തൊരാനന്ദം, എന്റെ പ്രിയൻ കൂടെ വാഴുമ്പോൾ. ശാപമൊന്നും അവിടെയില്ല, ദോഷമൊന്നും